أما بعد اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇജ്തിമാഅ് അവന്റെ പൊരുത്തത്തിലായി നമ്മിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. വളരെ ഏറെ സന്തോഷമുള്ള ഹർഷമുള്ള ഒരു ദിനത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശ്വാസികളായ നമുക്ക് ആഘോഷിക്കാനും കൊണ്ടാടാനും ആവോളം സന്തോഷം പ്രകടിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചു നൽകിയ രണ്ട് ആഘോഷ സുദിനങ്ങളാണ് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. ഈ രണ്ട് പെരുന്നാളുകൾ ആഘോഷിക്കേണ്ടതും കൊണ്ടാടേണ്ടതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വരുന്ന സമയത്ത് അവിടെയുള്ള ആളുകൾ രണ്ട് ആഘോഷങ്ങൾ നടത്തിയിരുന്നു. അവരോട് അന്വേഷിച്ചപ്പോൾ അത് ജാഹിലിയ്യ കാലത്ത് അവർ തുടർന്നു പോന്നിരുന്ന ആഘോഷങ്ങളാണ് എന്ന് മറുപടി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ രണ്ട് ആഘോഷങ്ങൾക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുന്ദരമായ രണ്ടു ദിനങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അത് ഈദുൽ അദ്ഹ വ ഈദുൽ അസ്വഹ. ഒന്ന് നമ്മൾ ഇപ്പോൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ബലിപെരുന്നാൾ സുദിനവും മറ്റൊന്ന് ചെറിയ പെരുന്നാൾ സുദിനവും. അപ്പൊ ഈ രണ്ടു ദിനങ്ങൾ വിശുദ്ധ ദീനുൽ ഇസ്ലാം ആഘോഷിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും കൊണ്ടാടാനും നമുക്ക് നിർണയിച്ചു നൽകിയ രണ്ടു ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇരു പെരുന്നാൾ ദിനങ്ങളിലും തശീഖിന്റെ ദിനങ്ങളിലും നോമ്പനുഷ്ഠിക്കൽ വ്രതാനുഷ്ഠാനം നിഷിദ്ധമാണ് എന്നാണ് നിയമം. ഇന്നും നാളെയും മറ്റന്നാളും പിറകിലുള്ള ദിനവും നോമ്പനുഷ്ഠിച്ചുകൂടാ, അത് ഹറാമാണ്. കാരണം ഈ ദിനങ്ങൾ സാധാരണ നുബാത്തിയ ഖുത്ബയിൽ ഓതാറുള്ളത് പോലെ അയ്യാമു അഖിലിൻ വ ശറാബ്, തിന്നേണ്ട കുടിക്കേണ്ട വൈവിധ്യങ്ങളായ സന്തോഷം പ്രകടിപ്പിക്കേണ്ട ദിനങ്ങളാണ്. നോക്കൂ, നിങ്ങൾ ഈദ് ആഘോഷം എന്നതിന് അറബിയിൽ പറയുന്ന പെരുന്നാളെന്ന് നമ്മൾ ഭാഷാന്തരം ചെയ്യുന്ന ആ പ്രയോഗത്തിന്റെ അറബി ഭാഷ്യം ഈദ് എന്നാണ്. ഈദ് എന്നാൽ അഊദിൽ നിന്ന് നിഷ്പന്നമായതാണ് എന്ന് നമ്മുടെ കിതാബുകളിലൊക്കെ കാണും. അഊദ് എന്ന് പറഞ്ഞാൽ ആദ യഊദു ഔദൻ, മടങ്ങി വരിക, മടങ്ങുക എന്നാണ് ഔദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ വർഷാന്തം ഈ ദിനങ്ങൾ ഇങ്ങനെ മടങ്ങി വരുന്നത് കൊണ്ട് പറഞ്ഞു, ഈ രണ്ട് ദിനങ്ങൾ ഇങ്ങനെ മടങ്ങി വരൽ കൊണ്ട് സന്തോഷവും മടങ്ങി വരും. അതുകൊണ്ടാണ് ഔദ് മടങ്ങൽ എന്നർത്ഥമുള്ള പദത്തിൽ നിന്ന് ഈദ് നിഷ്പന്നമായത് എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ സുഭിക്ഷവും സ്വാദിഷ്ടവുമായ അന്നപാനീയാദികൾ കഴിച്ചു മറ്റു വിവിധങ്ങളായ രീതിയിലുള്ള സന്തോഷങ്ങൾ പ്രകടിപ്പിച്ചു കൊണ്ടാടേണ്ട രണ്ടു സുദിനങ്ങളാണ് ചെറിയ വലിയ പെരുന്നാൾ സുദിനങ്ങൾ. എന്താണ് വലിയ പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും റബീഉല്ലാഹി ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഒരു കാര്യം പറയാൻ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ മാറ്റാനുണ്ട്. അപ്പൊ അതിനാവശ്യമായ ഒരു ടീമും പുറത്ത് നടക്കുന്നുണ്ട്. എല്ലാവരും അതുമായി സഹകരിക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, സീമന്തപുത്രൻ ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇരുവരുടെയും ത്യാഗോജ്ജലമായ ത്യാഗപൂർണമായ ജീവിതത്തിലേക്കാണ് ബലിപെരുന്നാളിന്റെ അടിവേരുകൾ ചികഞ്ഞാൽ ചെന്നെത്തുക. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അതുപോലെ തന്നെ പ്രിയ പത്നി ബീവി ആരാണ്? സാറാ ബീവി റളിയല്ലാഹു അൻഹാ, അവർക്കും വാർദ്ധക്യത്തിന്റെ അങ്ങേ തലക്കെത്തിയിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗമുണ്ടായില്ല, ഭാഗ്യമുണ്ടായില്ല. നിരന്തരമായ പ്രാർത്ഥനകൾ, ഒരു കുഞ്ഞിക്കാല് കാണണം, ഒരു കുഞ്ഞിനെ ലഭിക്കണം, അതിനുവേണ്ടി നിരന്തരമായ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾക്കൊടുവിൽ തന്റെ 86-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 86-ാമത്തെ വയസ്സിലാണ് സാറാ ബീവിയുടെ ദാസിയായ ഹാജർ റളിയല്ലാഹു അൻഹാ അവര് ഒരു കുഞ്ഞു പിറക്കുന്നത്. ആ കുഞ്ഞിന്റെ പേരാണ് ഇസ്മാഈൽ നബി അലൈഹി സ്വലാം. കാലങ്ങളോളം കാത്തിരുന്ന് പ്രാർത്ഥനകളും വഴിപാടുകളുമായി കഴിഞ്ഞ് ഒരു കുഞ്ഞ് ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! അത് വർണ്ണനാതീതമാണ്, പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. അങ്ങനെ വലിയ സന്തോഷത്തിൽ കഴിയുമ്പോഴാണ് അല്ലാഹുവിന്റെ ഒരു ആജ്ഞ നിർദ്ദേശം ഉണ്ടാകുന്നത്. അതെന്താണ്? എന്റെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾക്ക് ലഭിച്ച ഈ സീമന്തപുത്രനെ ബലിയർപ്പണം നടത്തണം, ബലികറുക്കണം.
എന്റെ പ്രീതിക്ക് വേണ്ടി എന്റെ മാർഗത്തിൽ ബലി കഴിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതൊരു പൈശാചികമായ ഒരു ഉൾവിളിയാകുമോ എന്നതുകൊണ്ട് ദിവസങ്ങളൊക്കെ കാത്തു ചരിത്രങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. അതൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ സ്വാഫാത്തിൽ വിശദമായി പറഞ്ഞു. വീണ്ടും ആ സ്വപ്നദർശനം ഉണ്ടായി. അല്ലാഹുവിന്റെ നിർദ്ദേശം തന്നെയാണെന്ന് ഉറപ്പായപ്പോൾ മകനെ നിന്നെ ബലിയറുക്കാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ടെന്ന് ആ പിതാവ് ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്. ഫലമ്മാ ബലഗ മഅഹു സഅയ, പിതാവിനോട് കൂടെ ഓടി ചാടി നടക്കാനുള്ള ഒരു പ്രായമെത്തിയ സമയത്താണ് അല്ലാഹുവിന്റെ ഈ നിർദ്ദേശം ഉണ്ടാകുന്നത്. അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്, നിന്റെ കഴുത്ത് കണ്ടിക്കണം, ബലിയറുക്കണം. ആ പിരിശപുത്രൻ അല്പം പോലും ആലോചിച്ചില്ല. അതിന് വളരെ നിറഞ്ഞ ഹൃത്തോടെ തയ്യാറാക്കുകയാണ്, കഴുത്ത് നീട്ടിക്കൊടുക്കുകയാണ്. അപ്പൊ ഇരുവരുടെയും ത്യാഗോജ്ജലമായ ഈ ഒരു ചരിത്ര സംഭവത്തിലേക്കാണ്, ചരിത്രങ്ങളിലേക്കാണ് ബലിപെരുന്നാളിന്റെ ചരിത്രവും ചെന്നെത്തുന്നത്. അപ്പൊ അവരെയാണ് നമ്മൾ ഈ പെരുന്നാളിലൊക്കെ കാര്യമായി വാഴ്ത്തുന്നത്. അതിന്റെ സ്മരണാർത്ഥമാണ് ഈ ബലിപെരുന്നാൾ സുദിനത്തിലും വിശ്വാസം ഏർപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ما عمل آدمي يوم النحر من عمل أحب إلى الله سبحانه وتعالى من إراقة الدم الليل. ബലിപെരുന്നാൾ സുദിനത്തിൽ ഐച്ഛികമായ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് ബലിയറുക്കലാണ്. ബലിയറുക്കലാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ബലിയറുക്കൽ തുടങ്ങും. അതിനുവേണ്ടി സാധാരണ ബലിപെരുന്നാളൊക്കെ കുറച്ച് നേരത്തെ ആക്കണം. വരും വർഷങ്ങളിൽ കമ്മിറ്റിയൊക്കെ ആലോചിച്ച് ബലിപെരുന്നാൾ നേരത്തെ നിസ്കാരാക്കണം. വൈകിട്ടല്ല നിസ്കരിക്കണം, നേരത്തെ നിസ്കരിക്കണം. നേരത്തെ ചെറിയ പെരുന്നാൾ നിസ്കാരം സ്വല്പം പിന്തിക്കണം. കാരണം ഫിത്റും സക്കാത്ത് നൽകേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ സമയം ആ നിസ്കാരത്തിന് വരുന്നതിന് മുമ്പാണ്. അതിനു വേണ്ടി ആ മസലകൾ അനുസരിച്ച് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ. അപ്പൊ ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മാഈൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സഹനത്തിന്റെ, അർപ്പണത്തിന്റെ ആ ത്യാഗനിർഭരമായ ഏടുകളാണ് നമ്മളിപ്പോൾ അയവിറക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. എന്തു പ്രയാസങ്ങളാണെങ്കിലും പ്രതിസന്ധികളാണെങ്കിലും അതൊക്കെ അല്ലാഹുവിന്റെ നിയതി നിശ്ചയമാണ് എന്ന രീതിയിൽ ക്ഷമിക്കാനും പൊറുക്കാനും അതിനോട് സമരസപ്പെടാനും നമ്മൾ ശീലിക്കണം, പഠിക്കണം. അതാണ് ഈ ചരിത്രം നമ്മെ തല്ലിക്കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, നാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മിഹനുസ് സമാനിക ദിയറത്തുല്ലാ തൻഖദി വസുറൂറുഹു യന്തിക കൽഅയാദി. കാല ദുരന്തങ്ങൾ, മുസീബത്തുകൾ ഒത്തിരിയുണ്ട്. കാലത്തിൽ വരുന്ന സന്തോഷങ്ങൾ ഇരുപെരുന്നാളുകൾ പോലെയാണ്, എപ്പോഴെങ്കിലുമൊക്കെ വന്ന് പെടുകയും. നോക്കൂ നിങ്ങൾ, നമ്മളിവിടെ സന്തോഷത്തോടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും പുത്തൻ ഉടയാടകൾ എടുത്തണിയുമ്പോഴും സുഖമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഫിലസ്തീനിലെ ഗസയിലും മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളിലുമൊക്കെ വളരെ ക്രൂരമായ രീതിയിൽ പീഡനങ്ങൾക്കിരയാകുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരെ ഓർക്കാതെ, അവരെ സ്മരിക്കാതെ ഒരിക്കലും ഈ പെരുന്നാൾ സാർത്ഥകമാകില്ല. അവരോട് നമ്മൾ ഐക്യപ്പെടണം. എങ്ങനെ ഐക്യപ്പെടണം? പ്രാർത്ഥനകളെ കൊണ്ട് ഐക്യപ്പെടണം. ഏതെല്ലാം രീതിയിൽ അവരെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയുമോ ആ രീതിയിലെല്ലാം അവരെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും നമ്മൾ സന്നദ്ധരാകണം. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഖുതുബയിൽ ഓതിയതുപോലെ വളരെ ക്ഷാമം, പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ടാകും നമുക്കിടയിൽ. അവരെ ചേർത്ത് പിടിക്കേണ്ട, അവർക്ക് സഹായമാകേണ്ട, അവരെ പരിഗണിക്കേണ്ട ദിനമാണ് ഇരു പെരുന്നാൾ സുദിനങ്ങൾ. സ്വതക്ക നൽകൽ ശ്രേഷ്ഠമായ ചില സ്ഥലങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. മക്കയിൽ വെച്ച് സ്വതക്ക നൽകുന്നതിന് പ്രത്യേക പുണ്യമുണ്ട്. മദീനയിലെ ദാനധർമാദികൾക്ക് പ്രത്യേക പുണ്യമുണ്ട്. പെരുന്നാൾ സുദിനത്തിലെ ദാനധർമ്മങ്ങൾക്ക് പ്രത്യേക പുണ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും. മാസങ്ങളും കാലങ്ങളായി മരുന്നുകൾ കഴിക്കുന്നവരുണ്ടാകും. മാസാന്തം ആ മരുന്നിന്റെ ചെലവിലേക്ക് ഒരു വലിയ സംഖ്യ ചെലവാക്കുന്നവരുണ്ടാകും. അവരെയൊക്കെ കണ്ട് ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മുടെ പെരുന്നാൾ സാർത്ഥകമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ആഘോഷിക്കേണ്ട ദിനമാണ് പെരുന്നാൾ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആഘോഷം എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂടുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികളായ നമ്മുടെ ആഘോഷത്തിൽ എപ്പോഴും ഒരു മതകീയ മാനമുണ്ടാകും. ആരാധനകളുടെ മേൽപ്പൊടിയുള്ള ആഘോഷങ്ങളാണ് നമ്മുടെ ആഘോഷം. സന്തോഷവേളകളിൽ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. ഇനി തക്ബീറിന്റെ ദിനങ്ങളാണ്. തശരീഅത്തിന്റെ അവസാന ദിനമായ ദുൽഹിജ്ജ 13 അസ്ർ വരെയുള്ള ഫർദും സുന്നത്തുമായ ഖദാഉമായ സർവ്വ നിസ്കാരങ്ങൾക്കും പിറകെ തക്ബീർ മുഴക്കാൻ നിർദ്ദേശമുള്ള സമയമാണ് ഈ മൗസിം. അപ്പോൾ
ആഘോഷങ്ങളൊക്കെ മതബന്ധത്തിനകത്ത് നിന്ന് അതിനെങ്ങനെയാണ് ആഘോഷിക്കുക? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നിരുന്നതും മടങ്ങിപ്പോയിരുന്നതും വ്യത്യസ്ത വഴികളിലൂടെയായിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാം. അതായത് പള്ളിയിലേക്ക് പോകുന്നത് ഒരു വഴിയിലൂടെ, തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയിലൂടെ. എന്താണ് അതിന്റെ ഹിക്മത്ത്? പലതും വിശദീകരിച്ച കൂട്ടത്തിൽ ഇമാം ഇബ്നു ഹജ്റിൽ ഹൈതമി റഹിമഹുല്ലാഹു ഫൈലും ഇബ്നു ഹജ്റിൽ അസ്ഖലാനി റഹിമഹുല്ലാഹു ഫത്ഹുൽ ബാരിയിലും ഒക്കെ പറഞ്ഞത് കാണാം. ലി സിയാറത്തിൽ അഹ്യാഇ വൽ അംബാതി ഫീ തുരീഖൈഹി, തങ്ങളുടെ ആ ഇരു വഴികളിലുള്ള ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ അഖാരിബിനെ, ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടിയായിരുന്നു ആ വ്യത്യസ്തമായ വഴി തങ്ങൾ സ്വീകരിച്ചിരുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരായ കുടുംബാംഗങ്ങളെ സന്ദർശിക്കണം. അതിലേറെ പ്രാധാന്യത്തോടെ നീന്താൻ അറിയാത്ത ഒരാൾ പ്രളയത്തിൽ പെട്ടുപോയാൽ, വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ അയാളുടെ അവസ്ഥ എന്താ? അതിനേക്കാൾ പ്രയാസമാണ്, വളരെ കഷ്ടമാണ് ഖബറാളിയുടെ അവസ്ഥ എന്നാണ്. നമ്മ കാത്തു കഴിയുന്നുണ്ടാകും ഇതുപോലെയുള്ള സന്തോഷ സുദിനങ്ങളിൽ. ഇന്നലകളിൽ നമുക്ക് സന്തോഷത്തോടെ പെരുന്നാൾ ഉണ്ണാനും ആഘോഷിക്കാനും വേണ്ടി സ്വയം മറന്ന് അധ്വാനിച്ചവരല്ലേ അവർ. നമുക്ക് വേണ്ടി സ്വയം താല്പര്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ പരിഗണിച്ചവരാൽ അവരെ മറന്നുകൊണ്ട് വിസ്മരിച്ചുകൊണ്ട് എന്ത് പെരുന്നാളാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇന്ന് സൂര്യാസ്തമയത്തിന്റെ മുമ്പ് നിർബന്ധമായും നമ്മൾ നമ്മുടെ ഉറ്റവരുടെ ഖബറിൽ പോയി യാസീൻ ഓതി ദുആ ചെയ്യിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് ഈ രണ്ട് വഴികളിലൂടെയുള്ള സഞ്ചാരം. ആ രണ്ട് വഴികളിലുള്ള മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ബന്ധുക്കളെ സന്തോഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ ചുരുക്കുന്നു, ഇതുപോലെയുള്ള ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നിവർത്തിച്ച് പെരുന്നാൾ ആഘോഷിക്കണം, അതിനെ സാർത്ഥകമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി